ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. കേക്ക് വെച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ബർത്ത്ഡേ വ്ളോഗ് ആണെന്നുള്ളത്. അതും ആ ഒരു കേക്ക് ബാബി തീമിലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഗേൾ ഡേ ആണെന്നുള്ളതും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ആരാണ് ആ ഗേൾ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് പോകുന്നത് ഒരാൾക്കുള്ള ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ടാണെന്നുള്ളത്. അത് വേറെ ആർക്കും ആയിരുന്നില്ല, ഈ ഒരു മോൾക്ക് വേണ്ടി തന്നെയായിരുന്നു. അവളുടെ പേര് സന എന്നാണ്. അവൾക്ക് ബാബീനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഒരു തീമിലാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേക്ക് എല്ലാം സെറ്റ് ചെയ്തത് അവളുടെ മമ്മി തന്നെയാണ്. അവൾക്ക് അറിയില്ലായിരുന്നു ഈ ഒരു തീമാണെന്നുള്ളത്. കാരണം കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഫ്രിഡ്ജിലായിരുന്നു. ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അതൊരു പാർട്ടി ആയിരുന്നു. എല്ലാം തന്നെ അവൾക്ക് ഫുൾ ഓഫ് സർപ്രൈസസ് ആയിരുന്നു. അവളുടെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവൾക്ക് അത് അത്രയും സർപ്രൈസ് ആയിരുന്നു എന്നുള്ളത്. ഇനി സനയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട് എന്ന് പറയണോ അതോ കുഞ്ചൂസിന്റെ ഫ്രണ്ട് എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരാളാണ് സന. ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രമല്ല കേട്ടോ, ജിജുവിനും വലിയ കാര്യമാണ്. പക്ഷെ ഞങ്ങളടുത്താണ് കൂടുതൽ ടൈം അവൾ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ബലൂൺസും ബാക്കി ഡെക്കറേഷൻസും എല്ലാം ഞാനും സനയും കൂടെ ചേർന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയതാണ്. കേക്ക് ഈവനിങ് ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിജു അവിടെ ആ ഒരു പൊട്ടിക്കുന്ന സാധനം പൊട്ടിക്കാനായിട്ട് കുറെ നേരമായിട്ട് ട്രൈ ചെയ്യായിരുന്നു. എത്ര തിരിച്ചിട്ടും അത് പൊട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാനത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിച്ചു നോക്കാൻ പറഞ്ഞപ്പോഴാണ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നോർമലി ഉണ്ടാകുന്ന പോലത്തെ ആ ഒരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ളതല്ല ഉണ്ടായിരുന്നത്. പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് കൊണ്ടുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എന്തൊക്കെയോ ഇമോജി ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഗേറ്റ് കാണുന്നില്ലേ, അതാണ് കേട്ടോ നമ്മുടെ വീട്. ഇത്രയും അടുത്താണെങ്കിലും സന ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും ക്ലോസ് ആവുന്നത്. പിന്നെ സനയുടെ മമ്മിയെയും അക്കയെയും വീഡിയോയിൽ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ആ ഒരു പാർട്ട് മാത്രം ബ്ലർ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞ അവളുടെ മമ്മിയെക്കാളും അക്കയെക്കാളും ഓളിനോളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഞാനും കുഞ്ചൂസും ഒക്കെ തന്നെയാണ് കേട്ടോ. എനിക്ക് അവർ അത്രയും ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഞങ്ങളെ കൂടാതെ അവളുടെ ഒരു ഫ്രണ്ടും അവളുടെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അത്ര പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേക്ക് കഴിക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങായിരുന്നു. അവൾക്ക് ഇതെല്ലാം സർപ്രൈസ് ആണ് കേട്ടോ. ഇതൊന്നും അവൾക്ക് അറിയില്ല എന്താണ് അതിനുള്ളിലുള്ളതെന്നൊന്നും. ഇപ്പൊ ഈ പൊട്ടിക്കുന്നത് അവളുടെ മമ്മിയുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. അതിന്റെ മേലെ ഉണ്ടായിരുന്നത് കുറെ ചോക്ലേറ്റ്സ് ആണ്. ഇതൊരു ഗസ് ഗെയിമിന്റെ ബോർഡാണ്. ഇത് കുഞ്ചൂസിന്റെ കണ്ടിട്ട് അവൾക്ക് വേണമെന്ന് കുറെ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അവളുടെ മമ്മി സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ്. ഇതും അവളുടെ മമ്മിയുടെ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു കീ ചെയിനും അതുപോലെ തന്നെ ഒരു കപ്പും. ആ കപ്പിൽ അവളുടെ ലാസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ അവള് കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോയും പ്രിന്റ് ചെയ്യിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ആ കപ്പിനുള്ളിലും നിറയെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ഞങ്ങളുടെ ഗിഫ്റ്റ് ആയിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും അവൾക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഡെയിലി കളിക്കാൻ വരുമെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ബാബിയെ ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു ബാഗാണത്. ഇനി നമ്മൾ അന്ന് പുറത്ത് പോയത് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ടായിരുന്നു. നമ്മൾ വീണ്ടും പോയിട്ടുണ്ടായിരുന്നത് മലബാർ ഗോൾഡിൽ തന്നെയാണ്. അതൊരു സിൽവറിന്റെ ബ്രേസ്ലെറ്റ് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗിഫ്റ്റും കുഞ്ചൂസിന്റെ കയ്യിൽ കണ്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗെയിം കളിക്കുന്ന ഒരു വുഡൻ ടോയ് ആണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ അവളുടെ ഫ്രണ്ടും അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊടുത്തിട്ടുള്ള ഒരു പെന്നാണ്. ഒരു കാര്യം പറയാൻ മറന്നു, അവളുടെ 2 കൈ നിറയെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുള്ളതും ഞാനാണ് കേട്ടോ. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.